മനസ്സിലാക്കുന്നത് ഈ നിക്ഷേപകന് 80 ലക്ഷം രൂപ അവിടെ നിന്ന് കൊടുക്കാനുണ്ട്. 60 ലക്ഷം രൂപ ഇപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഒരു നിശ്ചിതമായ സംഖ്യ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകൾ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കുന്ന നിലപാട് CPM-ന്റെ സംതൃപ്തിയില്ല. ആത്മഹത്യക്കിടയായ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ CPM നിലപാട് സ്വീകരിക്കും. ഈ കോൺഗ്രസ്സുകാർ ഇപ്പോൾ വലിയ പ്രതിഷേധവുമായിട്ട് ബാങ്കിന് ഫ്രണ്ടിലുണ്ട്. അപ്പോൾ അവർ പറയുന്നത് CPM-ന്റെ നിയന്ത്രണത്തിലേക്ക് ബാങ്ക് വന്നതിന് ശേഷമാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവർ സാമ്പത്തികമായിട്ടുള്ള അട്ടിമറി നടത്തുന്നു, തിരിമറി നടത്തുന്നു എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത്. UDF-ന്റെ കൈവശം ഇരുന്ന ബാങ്ക് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വന്നു. UDF ഭരിക്കുന്ന എല്ലാ ബാങ്കും സുരക്ഷിതമാണെന്ന് വാദം ഉന്നയിച്ചുകൊണ്ട് UDF കോൺഗ്രസ് എന്നിപ്പം വരുമ്പോൾ ഇബ്രാഹിംകുട്ടി കല്ലാർ ഉൾപ്പെടെയുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാരായിട്ടുള്ള ഡീലേഴ്സ് സൊസൈറ്റിയിൽ നിന്നും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് 2 ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ ജയിലിലാണ്. അങ്ങനെ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളെ സംബന്ധിച്ചുമൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പരിശുദ്ധരാണെന്ന് പറയേണ്ടതില്ല. പക്ഷേ ഇത്തരമൊരു സന്ദർഭത്തിൽ അത്തരമൊരു രാഷ്ട്രീയ സമ്പാദത്തിലേക്ക് വരാൻ CPM ആഗ്രഹിക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരാൾ മരണപ്പെടാനിടയായിട്ടുണ്ട്. ആ മരണപ്പെടാനിടയായ കുടുംബത്തിനോട് സഹതാപം മാത്രമേ CPM-ന്റെ സംബന്ധിച്ചുള്ളൂ. ഞങ്ങളിതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയമായി UDF പിന്നെ വിഷയദാരിദ്ര്യം നേരിടുന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം കണ്ടാൽ വളരെ വേഗം അത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഈ ബാങ്ക് ഭരണസമിതിയുടെ എന്തെങ്കിലും വിശദീകരണം അതുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴാണ് അവിടുന്ന് പൈസ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്നും 80 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നെന്നും 60 ലക്ഷം രൂപ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും എല്ലാ മാസവും ഒരു നിശ്ചിതമായ സംഖ്യ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് കഴിഞ്ഞ മാസത്തെ വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നലുണ്ടായുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് സംബന്ധിച്ച് ആത്മഹത്യയ്ക്കിടയായ കാര്യങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷണ നിലപാട് വരട്ടെ, അതനുസരിച്ച് നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. BJP കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിഷേധമാണ്. അത് UDF-നും BJP-ക്കും വിഷയദാരിദ്ര്യം നേരിടുമ്പോൾ ഏത് വിഷയം കിട്ടിയാലും സമരത്തേക്ക് വരുമല്ലോ. കേന്ദ്ര നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് അല്ലേ, ഇപ്പോൾ BJP അല്ലേ ഭരിക്കുന്നത്. ആളുകളെ കൊന്നാൽ, ആളുകളെ ആനയെ കൂട്ടി കൊന്നാൽ പ്രതിഷേധത്തിൽ വരുന്നില്ലേ? ഉണ്ടല്ലോ. കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമമാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ 72 ഉണ്ടാക്കിയത്. ഞങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നിലപാട് BJP സ്വീകരിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളുടെയും സംരക്ഷകന്മാരായിട്ടല്ലേ BJP പോകുന്നത്. ഇവിടെ ഇവർ 2 പേരും എന്ന് പറയുന്നത് ഒരമ്മ പറ്റ ഇരട്ട മക്കൾ എന്ന രൂപത്തിലാണ് കോൺഗ്രസും BJP-യും പോകുന്നത്. അതവരതനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അത് രാഷ്ട്രീയമാണ്. അതിനെ ആരവത്തി ഞങ്ങൾ നമ്മുടെ ഈ ബാങ്ക് ഭരണസമിതിക്ക് എന്തെങ്കിലും നിർദ്ദേശം ഇപ്പം തീർച്ചയായിട്ടും സമഗ്രമായി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ജീവനക്കാരുടെ പേരിലുള്ള അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണം വന്നാൽ അതനുസരിച്ച് നിലപാട് സ്വീകരിക്കും.